ഹലോ, അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഫാക്കിയ ഞാൻ ആരാ സുന്ദരി ഗൈസ്? അമ്മയാണോ മകളാണോ? ഞാനാണോ? നോക്ക്, ഞാൻ ഒരു മേക്കപ്പ് ഇടാത്ത ഒരു മേക്കപ്പ് ഇടാത്ത പിന്നെ എത്ര നേരം പൗഡർ ഇതൊക്കെ ഇട്ടത് പിന്നെ എന്താ അതന്നെ എത്ര നേരം ഞങ്ങള് കാത്തക്കണു വെച്ചിട്ടാ അമ്മ കാത്തക്കണു. ഇത് വേണ്ടേ? ഇത് വേണ്ടേ? എന്റെ മകളെ തന്നെയാണ് തെളിയിക്കാനുള്ള അത്ര പല്ല്. ഞാൻ അമ്മമ്മയെ പറക്കാൻ സമ്മതിക്കണം. നീ എന്തുകൊണ്ടാ? ഗായ്സ്, നിങ്ങൾ പേടിക്കണ്ട കേട്ടാ, ഇതിവിടെ ഇടയ്ക്ക് കിടക്കുന്നു. ഡോണ്ടു ഭാവിത്തപ്പ പറയാൻ പാടില്ല. ഭാവിയിൽ വരുമ്പോ എന്റെ മരുമോളാണ്. എന്റെ മരുമോളെ അടിയിട്ടുണ്ടോ? എന്റെ മരില്ല കുഞ്ഞെ, അങ്ങനെ അങ്ങനെ വെറുതെ വിളിക്കണമെന്നല്ല. യുദ്ധാണോ? ഇറാൻ അമേരിക്ക യുദ്ധാണോ? ബിജുട്ടാ, ഞങ്ങൾ നിലമ്പൂർ പോയിട്ട് വരാം. ഇല്ലല്ലോ, ഞങ്ങൾ പോയിട്ട് വരട്ടോ. അപ്പൊ ഞങ്ങൾ വരുന്നവരെ ബിച്ചുട്ടൻ മൊബൈൽ കളിക്കുന്നതായിരിക്കും. ലാപ്ടോപ്പോ മൊബൈലോ? നാളത്തേക്ക് പഠിക്കാനുള്ളൊക്കെ പഠിച്ചോട്ടോ. പഠിച്ചോ? നാളെന്താ ഡിക്റ്റേഷൻ? മതിയായില്ലേ അഭി നായർ? കല്യാണത്തിനല്ലല്ലോ. സുന്ദരിയായി നോക്കട്ടെ. ചാർജറോ? ചാർജറൊന്നും വേണ്ട. ആ പിന്നെ മൊബൈൽ കൊണ്ടുപോകാതെ ഞാൻ എങ്ങനെ ഗൂഗിൾ പേ ചെയ്യും? ചാർജ് ചെയ്യ്. എത്ര ഉണ്ട്? അത് 51% ഉണ്ടായിരുന്നല്ലോ. അത് അത്ര ആക്കിയേ? ഞാൻ മൊബൈൽ തൊട്ടിട്ടില്ല. അമ്മേനെ കഴിക്കുമ്പോഴേ തോണ്ടിയിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ തോന്നിയിരുന്നു. പിന്നെ പുറത്തെത്തിട്ട് അങ്ങനെ തോന്നിക്കുന്നു. അപ്പൊ ഞാനില്ല. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. അമ്മയാണ് ഏറ്റവും അമ്മേന്റെ കുട്ടിയൊന്നും പറയൂലേ? ആനോ? പിന്നെ ആരിന്റെ കുട്ടിയാ? ആര് കുട്ടിയാ? പല്ല് കണ്ടാ നിങ്ങക്ക് മനസ്സിലാവില്ല. അത് ഞാൻ കുട്ടിക്കാലത്ത് പല്ല് പറിക്കാൻ സമ്മതിക്കാണ്ട. അമ്മമ്മ പല്ല് പറിക്കാൻ വരുമ്പോ പല്ല് പറിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അതിലേക്ക് ഇങ്ങനെ കൊന്ത്രം പല്ല് വന്നു. പിന്നെ 2 പേര് നിലമ്പൂര് വന്നിട്ട് പറിച്ചു. അങ്ങനെ അപ്പൊ ഞങ്ങള് നിലമ്പൂര് പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങള് അജിത ചേച്ചിയുടെ അടുത്ത് കൂടി ഒന്ന് കയറേണ്ട. ഇത് മിട്ടു ആണ് കേട്ടോ. അവർക്ക് 2 തത്തയെ കിട്ടിയിട്ടുള്ള ഒരു വീട്ടിൽ. അത് കിട്ടു വേണം. ഒരെണ്ണം മിട്ടും കൂടി ഉണ്ട്. ഇത് നമ്മുടെ അണ്ടർപാസിന്റെ അങ്ങോട്ടുള്ള വഴി കേട്ടോ. അതിന്റെ അവസ്ഥയാണ്. അങ്ങനെ നമ്മൾ മൈജിയിലെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ഫ്രിഡ്ജ് സാംസങ് ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 15 വർഷം ഉപയോഗിച്ചു. കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഫ്രിഡ്ജ് ഓക്കെയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഡോറ് എൻ്റെ കയ്യിൽ പോന്നു. ഞാൻ അങ്ങോട്ട് വെജിറ്റബിൾസ് എടുക്കാൻ വേണ്ടി തുറന്ന സമയത്ത്. അപ്പം ഞാൻ 3-4 കടയിൽ അന്വേഷിച്ചു. അപ്പോൾ എല്ലായിടത്തും പോയി ഞാൻ നോക്കി എവിടെയാണ് വ്യത്യാസം, എന്താ കമ്മി, അങ്ങനെയൊക്കെ പോയി നോക്കിയിട്ട് 2-3 ദിവസമായി ഞാനിങ്ങനെ നോക്കി നടക്കണു. കാരണം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ലത് എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് കേട്ടോ അങ്ങനെ എടുക്കുകയായിരുന്നു. അപ്പോൾ കൺവേർട്ടബിൾ എടുക്കാതെ വെച്ചാൽ കാരണം എപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നമ്മളധികം നോൺ വെജ് ഒന്നും അങ്ങനെ കൊണ്ടുവയ്ക്കാറ് അങ്ങനെയൊന്നുമില്ല. അപ്പം പിന്നെ നമുക്കധികം ഫ്രീസറിൻ്റെ ആവശ്യം, പിന്നെ കുട്ടികൾ തണുത്ത വെള്ളം ഐസ് അങ്ങനെയൊന്നും അതും വെക്കാറൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മതിയല്ലോ. അല്ലാത്ത സമയത്ത് നമുക്കത് ഓഫാക്കി വെക്കാം, അങ്ങോട്ട് ചേഞ്ച് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് അതെടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ 2-3 ടൈപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ ബില്ല് നോക്കണം, കറണ്ട് ബില്ലും ഒക്കെ കഴിഞ്ഞ മാസമൊക്കെ കുറേ പേർക്ക് നന്നായിട്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ലാസ്റ്റ് വീണ്ടും ഞങ്ങൾ കൊച്ചുകുടിയിൽ തന്നെ എത്തി. അപ്പോൾ LGയുടെ ഒരു കൺവേർട്ടബിൾ ആയിട്ടുള്ള ഫ്രിഡ്ജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവളുടെ ഒരു നല്ല ഗ്ലാസ് മിറർ പോലുള്ളൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതിലേക്ക് നോക്കി പിക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഇത് ബാഹ്യ ബസ് ഉണ്ട്, അതൊരു ചരിത്രമുണ്ട്. ചിച്ചുട്ടി ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ കരുളായി കണ്ടപ്പോൾ ഇവർ ചാടിക്കേറിയ ബസ് മഞ്ചേരിക്കായിരുന്നു. അതിന് താഴെ ചന്തക്കുന്ന് എത്തിയപ്പോഴാണ് ഇവരറിയണത് മഞ്ചേരിക്കാന്ന്. അങ്ങനെ കണ്ടക്ടർ ഇറക്കി ആ ബസ്സിനെ കണ്ടപ്പോഴാണ് അത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.